Hello everyone, let us start our video. Today we'll be discussing about deficiency in services. So, when we speak about deficiency in services, in this context, we are taking only in consideration the banking services. So, what happens if there is deficiency in services, and what are the different types of deficiency in services which may come arise or come across when we are having or when we are dealing with banking? So the class will be split into two videos. So first one will be dealing with what is deficiency in services, where it is defined, and what are the different types of deficiency in services with few examples, explained with a few examples. The other part will be dealing with what should be done if deficiency in services is come across while we deal with banking. So let us first see what is deficiency in services. So in India, the Consumer Protection Act of 1986 is giving or is applicable to both goods and services, and a complaint in relation to a service may be filed if the service suffers from deficiency. So the word deficiency is very important. And Consumer Protection Act of 1986, and later on we have Consumer Protection Act, which amended in 2019 also. So this is the act which gives protection for for the customers who have come across with such type of deficiency in services. So now let us see what is the definition of deficiency in services. In this is a definition which is given by the Consumer Protection Act of 1986. അപ്പം ഇത് മുഴുവനായിട്ട് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഇത് JIB CIB പോലത്തെ എക്സാംസിലേക്കും ചോദിക്കുക, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്കും ചോദിക്കുന്നതാണ്. ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാങ്കിങ്ങിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസികൾ, അല്ലെങ്കിൽ സർവീസസിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കംപ്ലയിൻസുകൾ, പ്രത്യേകിച്ച് സർവീസിലെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റുകൾ എവിടെ അല്ലെങ്കിൽ ഏത് ആക്റ്റിലാണ് അത് എന്ത് ചെയ്യപ്പെടുന്നത്, അത് പരിഗണിക്കപ്പെടുന്നത്? അത് RBIയുടെ ആക്റ്റ് ആണോ, RBI ആക്റ്റ് ആണോ, അതല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ്റെ ഓംബുഡ്സ്മാൻ വെച്ചിട്ടാണോ, അതും അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റ് ആണോ എന്നുള്ള ചോദ്യം വരാം. അപ്പം അതിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ആ ആക്റ്റിൽ എത്രാമത്തെ ക്ലോസ് ആയിട്ടാണ്, അല്ലെങ്കിൽ എത്രാമത്തെ ഒരു ഡെഫിനേഷനായിട്ടാണ് ഡെഫിഷ്യൻസി ഇൻ സർവീസസ് തന്നതെന്ന് ചോദിച്ചാൽ നമുക്കിത് അറിഞ്ഞിരിക്കണം. അപ്പം അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ആൻഡ് സബ്സെക്ഷൻ 11 ഓഫ് Consumer Protection Act 1986, deficiency means any fault, imperfection, shortcoming, or inadequacy in the quality, nature, and manner of a performance which is required to be maintained by or under any law for the time being in force, or has been undertaken to be performed by a person in pursuance of a contract or otherwise in relation to any services, and includes any act of negligence or omission or commission by such person which causes loss or injury to the consumer, and deliberate withholding of relevant informations by such person to the consumers. Right? അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എനി ഫോൾട്ട്, ഇൻപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ്സ് ഓർ ഇൻആഡ്വക്കസി. അപ്പം അത് ഫോൾട്ട് ആയിരിക്കാം, ഇൻപെർഫെക്ഷൻ ആയിരിക്കാം, ഷോർട്ട് കമ്മിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻആഡ്വക്കസി ആയിരിക്കാം. എന്തിലുള്ള ഇൻആഡ്വക്കസി, എന്തിലുള്ള ഷോർട്ട് കമ്മിങ് ആണ്? ഇൻ ദി ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ. റൈറ്റ്? നമ്മളൊരു സർവീസ് നടത്തുമ്പം ആ സർവീസ് കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ ബാങ്ക് നമുക്കൊരു സർവീസ് തരുമ്പം ബാങ്ക് തരുന്ന സർവീസിൻ്റെ ക്വാളിറ്റിയിൽ, നേച്ചറിൽ, അല്ലെങ്കിൽ അവർ തരുന്ന സർവീസിൻ്റെ മാനേഴ്സ്, റൈറ്റ്? അതായത് അതിനകത്ത് എന്തെങ്കിലും അവർ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കുറവ്, ആ സർവീസിൽ എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതെന്താണ്? അത് നമുക്ക് തോന്നുക മാത്രമല്ല കേട്ടോ, ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്, അപ്പം ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കോഡ് ഓഫ് കണ്ടക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? നമുക്ക് സർവീസ് തരണം. ആ സ്റ്റാൻഡേർഡിന് താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നമുക്കൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം. അതനുസരിച്ചുള്ള പ്രൊസീഡിങ്സ് എടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഡെഫിനിഷനകത്തുനിന്ന് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫോൾട്ട്. അപ്പം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? അത് സെക്ഷൻ ഏതാണെന്ന് നോക്കുക. സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ആണ് ഡെഫിഷ്യൻസി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ഏത് ആക്റ്റിലെയാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അതുപോലെ തന്നെ
It means fault, any fault, imperfection or imperfection, shortcoming or inadequacy, right, in the quality, nature and manner of performance, right, performance of an service. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ഡെഫിനിഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ലെറ്റ് us see some of the deficiencies which may come across while we deal with bank, റൈറ്റ്. അപ്പോൾ ഒരു ബാങ്കറായിട്ട് അല്ലെങ്കിൽ ഒരു ബാങ്കുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഏതൊക്കെയും തരത്തിലുള്ള ഡെഫിഷ്യൻസി വരുന്നു. നൗ ടുവേർഡ്സ് ദിസ് ആർ സം ഓഫ് ദി ലിസ്റ്റ് വിച്ച് ഐ ഹാവ് ടേക്കൺ ഫ്രം RBI's വെബ്സൈറ്റ്, റൈറ്റ്. ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഡ്രസൽ ബോഡി, അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നാഷണൽ കമ്മീഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുപ്രീം കോർട്ട്, നമുക്ക് ഒരു എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ് ഏറ്റവും എപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. അപ്പം സുപ്രീം കോർട്ട് അവർ ഏതെങ്കിലും വിധിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് നടത്തുന്നതിൽ തീർപ്പാക്കിയപ്പം ഉണ്ടായ ഒരു നോട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഡെഫിഷ്യൻസി ആയിട്ട് കണക്കാക്കുന്നത്. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഏകദേശം നമുക്കൊരു 10-12 എണ്ണത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് RBIയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് വളരെ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് എണ്ണം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ദി ഫസ്റ്റ് വൺ ഈസ് failure or delay in repaying deposit. So what happens that അതായത് നമ്മളൊരു ഡെപ്പോസിറ്റ് ഉണ്ടെന്നായിരിക്കും, പ്രത്യേകിച്ചും നമ്മുടെ ടേം ഡെപ്പോസിറ്റ്. അപ്പോൾ ഡെപ്പോസിറ്റ് എന്താണ്? ഡെപ്പോസിറ്റ് നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ബാങ്കിങ്ങിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു തരാൻ പറ്റണം. അവർ അതിനകത്ത് എന്തെങ്കിലും പോരായ്മ വരുത്തുകയാണെങ്കിൽ, ആ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഡിലേ വരുത്തുകയാണെങ്കിൽ എന്താണ് അത് നമുക്ക് ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആയിട്ട് കണക്കാക്കാം. ഫോർ എക്സാമ്പിൾ, വിത്ത് ഓഫ് എമൗണ്ട് ഡ്യൂ ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആഫ്റ്റർ ഇറ്റ്സ് മെച്യൂരിറ്റി അമൗണ്ട്സ് ടു ഡെഫിഷ്യൻസി ഇൻ സർവീസസ്. അതായത് ആക്ച്വലി മെച്യൂരിറ്റി പീരീഡ് എത്തിയ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്ക് നമ്മളൊരു എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടെന്ന് വിചാരിക്കാം. 3 വർഷം കഴിഞ്ഞ് നമ്മൾ മെച്യൂരിറ്റി പീരീഡിൽ എത്തുമ്പോൾ അവർ പറയുകയാണ് നമുക്ക് ഈ ഫണ്ട് തരാൻ പറ്റത്തില്ല, ഞങ്ങൾ വിത്ത് ചെയ്യാണ്, കുറച്ച് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട്, ഞാൻ ഇന്ന റീസൺ എന്ന് പറയില്ല, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് അത് വിത്ത് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് ഡെഫിഷ്യൻസി, തീർച്ചയായിട്ടും ഡെഫിഷ്യൻസി ഇൻ സർവീസസ് ആണ്. ഡിലേഡ് പേയ്മെൻറ്റ് ഇസ് ഓൾസോ ഡെഫിഷ്യൻസി ഇൻ സർവീസസ്. അപ്പോൾ വിത്ത് ചെയ്യൽ മാത്രമല്ല, നമ്മുടെ അടുത്ത് പറയാണ് ഇന്ന് ഇന്ന് തരാൻ പറ്റില്ല, എന്ന് പോയിട്ട് നിങ്ങൾ വേറൊരു ദിവസം വരൂ എന്ന് പറയുമ്പോഴും അതെന്താണ്? ദാറ്റ് ഈസ് ഡിലേഡ് പേയ്മെൻറ്റ് അല്ലേ. അപ്പം പ്രത്യേകിച്ച് ടേം ഡെപ്പോസിറ്റിൻ്റെ ഡിലേഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്, മെച്യൂരിറ്റിയുടെ അന്ന് നമുക്ക് തരാതെ വേറെ ഏതെങ്കിലും ദിവസം വരാൻ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു പ്രവണത, റൈറ്റ്, അതും എന്തായിട്ട് നമ്മൾ കണക്കാക്കും? വി കൺസിഡർ ദിസ് ആസ് ഡെഫിഷ്യൻസി ഇൻ സർവീസ്. ഇനി ഡിലേ ഈ പറയുന്നത് മെച്യൂരിറ്റി ഡേറ്റിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ മെച്യൂർ ആയ ഒരു ഡെപ്പോസിറ്റിൻ്റെ കേസിൽ മാത്രമല്ല, പ്രീ മെച്യൂർ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും എനി ടൈപ്പ് ഓഫ് വിത്ത് ഹോൾഡിംഗ് ഓർ എനി ടൈപ്പ് ഓഫ് ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് സച്ച് ടൈപ്പ് ഓഫ് പ്രീ മെച്യൂർഡ് എൻകാഷ്മെൻറ്റ്, റൈറ്റ്, അതും എന്ത് തന്നെയാണ്? അതും ഒരു ഡെഫിഷ്യൻസി ഇൻ സർവീസസ് ആണ്. അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയുക വേർഡിറ്റുകൾ പല പ്രാവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് പഠിക്കുന്നത്, ഇതൊരു ഡെഫിഷ്യൻസി ആയിട്ട് പഠിക്കുന്നത്. അല്ലാതെ വേറൊരു ലിസ്റ്റോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയുടെ ഒരു ലിസ്റ്റോ നമുക്ക് എന്തിലും അവൈലബിൾ അല്ല. കോഡ് ഓഫ് കണ്ടക്റ്റിലും RBIയുടെ വെബ്സൈറ്റിലൊന്നും അവൈലബിൾ അല്ല. RBIയുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇത് പലപ്പോഴായി പല കോർട്ടുകൾ അല്ലെങ്കിൽ പല റിട്രസൽ ഏജൻസീസ് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളുടെ ബേസിസിൽ എടുത്തിരിക്കുന്ന കുറച്ച് ലിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കങ്ങനെ അടുത്ത ഒരു കോമൺലി കണ്ടുവരുന്ന ഒരു ഡെഫിഷ്യൻസി നോക്കാം. This is payment and collection of checks of draft, right? So when we go for collection, when we give some checks for collection or when we give some drafts for collection, if there is something happening there, right? If something happens wrong, അത് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് വരുന്നതാണെങ്കിൽ നമുക്കതെന്തായിട്ട് കണക്കാക്കാം? ഡെഫിഷ്യൻസി ഇൻ സർവീസസ് ആയിട്ട് കണക്കാക്കാം. So for example, wrongful dishonor of check due to negligence or mistake on the part of banks, right? സോ ബാങ്കർ നടത്തുന്ന അവർ ശ്രദ്ധിക്കാതെ അവരുടെ നെഗ്ലിജൻസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റ് കൊണ്ട് വരുന്ന റോങ്ഫുൾ ആയിട്ടുള്ള ഡിസോണർ, റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഡിസോണർ അല്ല, റോങ്ഫുൾ ഡിസോണർ ഓഫ് ചെക്ക്, റൈറ്റ്, അതെന്താണ്? ഇറ്റ് ഈസ് എഗെയിൻ ഡെഫിഷ്യൻസി ഇൻ സർവീസ്. ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഇതാണ്. ഡിസോണർ ഓഫ് ഡീഡീസ് എഗെയിൻ റോങ്ഫുൾ അല്ലേ, റോങ്ഫുൾ ആയിട്ടുള്ള ഡിസോണർ കേട്ടോ, റോങ്ഫുൾ ആയിട്ടുള്ള ഡിസോണർ ആയിരിക്കണം.
അപ്പം അതെന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? ഡിസോണർ ഓഫ് ഡീഡ് ഈസ് ഡ്യൂ ടു ദി ലാപ്സ് ഓർ ഒമിഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദി ഒഫീഷ്യൽസ് ഓഫ് ദി ബാങ്ക്. ലൈക്ക് അതിന് ഒന്ന് രണ്ട് റീസൺസ് പറയുന്നുണ്ട്. ഒന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ഡിസോണർ ആകുക. ഏതൊക്കെയാണ്? ഒന്ന്, നോൺ ഫിക്സേഷൻ ഓഫ് സിഗ്നേച്ചർ അവർ സിഗ്നേച്ചർ ചെയ്ത് ഇട്ട് പാസ്സാക്കാൻ മറന്നു പോവുക. അതിനകത്ത് ഫെയിലിയർ ടു മെൻഷൻ കോഡ് നമ്പർ, റൈറ്റ്? അങ്ങനെ എന്തെങ്കിലും നമ്പേഴ്സോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് എന്ത് ഡിസോണർ ആവുന്നു? ഡി ഡിസോണർ ആവുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? നമ്മുടെ ഡെഫിഷ്യൻസി ആയിട്ട്, അതായത് നമ്മുടെ എന്ന് ഉദ്ദേശിച്ചത് ബാങ്കിൻ്റെ സർവീസിൻ്റെ ഡെഫിഷ്യൻസി ആയിട്ട് കണക്കാക്കണം. ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒരു ബാങ്കിൻ്റെ ഒരു മേജർ പ്രോഡക്റ്റാണ്. ആ കേസിലും എന്തുണ്ട്? ഡെഫിഷ്യൻസി ഇൻ സർവീസസ് ഉണ്ട്. അപ്പം ആ കേസിൽ എന്തൊക്കെയും ഡെഫിഷ്യൻസിയാണ് വരിക? ഒന്ന്, നമ്മളൊരു കോൺട്രാക്റ്റ്, ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും തീർച്ചയായിട്ടും ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടാവും. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് വ്യക്തമായിട്ട് എത്ര ശതമാനം പലിശയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞിരിക്കുന്ന പലിശയ്ക്കും കൂടുതൽ അനാവത്തായിട്ട് അവർ പലിശ ഈടാക്കുക, ചാർജിങ് മോർ ഇൻട്രസ്റ്റ് ദാൻ വാട്ട് ഈസ് എഗ്രീഡ് ഇൻ ദി എഗ്രിമെൻറ്റ്, റൈറ്റ്? അതൊരു ഡെഫിഷ്യൻസി ഇൻ സർവീസസ് ആണ്, റൈറ്റ്? പിന്നെ നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി നമുക്ക് തിരിച്ചു തരാതിരിക്കുക. നമ്മുടെ ലോൺ അടച്ച് തീർന്നിട്ടും നമുക്ക് നമ്മൾ എന്താണോ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത്, കൊളാറ്ററൽ സെക്യൂരിറ്റി എന്താണോ കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് തിരിച്ചു തരാതിരിക്കുക. അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടും നമുക്ക് തിരിച്ചു തരാതിരുന്നാൽ അതെന്താണ്? അത് ഒരു ഡെഫിഷ്യൻസി ഇൻ സർവീസസ് ആണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് സെക്യൂരിറ്റീസ് ഫോർ ലോൺ എന്നുള്ളത്, റൈറ്റ്? അപ്പം ഒരു സെക്യൂരിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സെക്യൂരിറ്റി മേലുള്ള ലോണെല്ലാം അടച്ചു തീർന്ന് വേറെ നമുക്ക് ലോണുകളൊന്നും ഇല്ലാതെ ഒരിക്കലും അത് ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാങ്കിൻ്റെ ജനറൽ ലീൻ വെച്ചുകൊണ്ട് അത് കൈവശം വയ്ക്കാനായിട്ട് സാധിക്കില്ല. ലീൻ, അപ്പോഴാണ് നമ്മുടെ ലീനിലേക്ക് എത്തുന്നത്. ലീനിൻ്റെ കാര്യം പറയുന്നത് ഇതാണ്, കൈവശം, അല്ലേ? നമുക്ക് ബാങ്കിന് ലീൻ മീൻസ് ബട്ട് ബാങ്കിനുള്ളത് ജനറൽ ലീനാണ്. ജനറൽ ലീൻ, അപ്പോൾ പെർട്ടിക്കുലർ ലീൻ അല്ല, ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഒരു കസ്റ്റമറിന് ഒന്നിലധികം ലോണുകളോ അല്ലെങ്കിൽ ഒന്നിലധികം അഡ്വാൻസസോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ ലോണിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സെക്യൂരിറ്റി അവർക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? ഏതൊക്കെയും ലോണുകൾ നമ്മൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അടവ് തീരുന്നവരെയും കൈവശം വയ്ക്കാനുള്ള അധികാരം അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, റൈറ്റ്? പക്ഷേ ഞാൻ ആസ് എ കസ്റ്റമർ ഞാനൊരു ലോൺ എടുത്തു, ആൻഡ് അറ്റ് ദി സെയിം ടൈം ഞാനൊരു കസ്റ്റമർ എന്നുള്ള ഒരു പെർവ്യൂവിലല്ലാതെ ഒരു ബിസിനസ്സിൻ്റെ പെർവ്യൂവിൽ, റൈറ്റ്, വീണ്ടും ഞാൻ അവിടെ നിന്ന് ലോൺ എടുക്കാമെന്ന് വിചാരിക്കുക. അതായത് എനിക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ് ഒരു ഡിഫറെൻറ്റ് എൻറ്റൈറ്റിയാണ്, അല്ലേ? എൻറ്റൈറ്റിയാണ്, ഒരു ഡിഫറെൻറ്റ് ലീഗൽ പേഴ്സൺ ആണ്. ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുക്കുന്നുണ്ട്, റൈറ്റ്? അപ്പം ഇവിടെ ഈ ബാങ്കിൽ ആസ് എ പേഴ്സൺ ഇൻഡിവിജ്വലായിട്ട് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നതാണ്, ഒരു ബിസിനസ്സിൻ്റെ ബേസിസിലും അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ലോൺ എടുത്തിട്ടുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ പേഴ്സണൽ ലോൺ അടച്ചു തീർത്തതിന് ശേഷം ഞാൻ എൻ്റെ സെക്യൂരിറ്റി ചോദിക്കുമ്പം എനിക്ക് ബാങ്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരിക്കണം. ഞാൻ എടുത്തിരിക്കുന്ന മറ്റ് ലോൺ എൻ്റെ പേഴ്സണൽ ലോണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആ ഒരു ബിസിനസ് എടുത്ത ലോണാണ്. ആ ബിസിനസ്സിൽ ഞാനൊരു പാർട്ട്ണറാണ് ആയിരിക്കാം. പക്ഷേ എൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഒരു ഇൻട്രസ്റ്റ്, ഒരു ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ വോട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സെയിൽ ഡീഡോ വോട്ട് എവർ ഇറ്റ് ഈസ്, അത് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരിക്കണം. ദേ കാൺട്ട് എക്സസൈസ് ലീൻ ഓൺ ദാറ്റ് ബിക്കോസ് ഐ ഹാവ് ടേക്കൺ എ ലോൺ വിച്ച് ഈസ് പേഴ്സണൽ ആൻഡ് ഐ ഹാവ് പെയ്ഡ് ഇറ്റ് ബാക്ക്. ആൻഡ് മേ ബി മൈ കമ്പനി ഈസ് ഹാവിങ് സം ലോൺ, എന്താ പറയുക, ബാക്കി ഇനി ലോൺ അടയ്ക്കാനുണ്ടാവും. പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ദിസ് പെർട്ടിക്കുലർ തിങ്, റൈറ്റ്? അപ്പം അത്തരത്തിൽ എൻ്റെ എന്താ പറയുക, ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ, ഒരു പേഴ്സണൽ കസ്റ്റമർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലയബിലിറ്റി വരാത്ത വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി അവർക്ക് ലീനിൻ്റെ പേരിൽ, ജനറൽ ലീനിൻ്റെ പേരിൽ കൈവശം വയ്ക്കാനുള്ള അധികാരമില്ല. അങ്ങനെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതും ഡെഫിഷ്യൻസി ഇൻ സർവീസസ് ആണ്. ദെൻ അതർ ബാങ്കിങ് സർവീസസ്. ഇപ്പം മറ്റ് പല ബാങ്കിങ് സർവീസസും നമുക്ക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കിങ് സർവീസസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ നോർമലി ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് കിട്ടാതിരിക്കുക, മറ്റുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സർവീസസ് അതുപോലെ നമുക്ക് കിട്ടാതിരിക്കുക, റൈറ്റ്? നമ്മളും ഇഫ് യു ആർ കമ്മിങ് അണ്ടർ ദി സെയിം കാറ്റഗറി ഓഫ് കസ്റ്റമർ, right? In such type of cases we can call that as deficiency in services. So this is about deficiency in service.
Now we will see what can be done if we come across with deficiency in service.